പ്രണയമഴ നോവൽ ഭാഗം 7. എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെ.ആർ. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹരിത തങ്ങളെ കാത്തിരിക്കുന്ന വൃദ്ധനെ ശ്രദ്ധിച്ചിരുന്നു. എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം. പെട്ടെന്നാണ് അവളുടെ ഉള്ളിൽ ഇടിമിന്നൽ പോലെ ആ രൂപം ആരാണെന്ന് വ്യക്തമായത്. അത് മനസ്സിലായ ഉടനെ അവൾ സുബൈറിനോട് പറഞ്ഞു, വേഗം വണ്ടി നിർത്തിക്കോ ഇക്കാ, അത് എൻ്റെ അച്ഛനാണ്. അതും പറഞ്ഞ് അവൾ ഓടിയിറങ്ങി അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരത്തിനു ശേഷമാണ് സ്ഥലകാലബോധം വന്നത്. വൃദ്ധനായ ആ രൂപത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി, ഒപ്പം അവളുടെയും. അത് കണ്ടു നിന്ന സുബൈറിൻ്റെ കണ്ണും നിറഞ്ഞു. ഇതെന്താ രണ്ടുപേരും ചെയ്യുന്നേ? അകത്തേക്ക് വായോ. സുബൈർ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ദേഷ്യമാവുമല്ലേ? ആമിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സുബൈർ പറഞ്ഞു, ഇവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ആവില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നന്നായി വരും. നിങ്ങളെ കാണാൻ കൊതിച്ച് എത്ര കാലമായി ഇരിക്കുന്നു. വീട്ടിലും ഒരാൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നത്. അച്ഛനമ്മമാർക്ക് മക്കളെ എത്ര കാലം വെറുക്കാൻ കഴിയും? അത് നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തുമ്പോൾ മനസ്സിലാകും. എന്നാലും മോളെ, നിനക്ക് ഒരിക്കൽ പോലും ഞങ്ങളെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ? ഞങ്ങളെ പടിയിറക്കുമെന്ന് പേടിച്ചാണ് വരാഞ്ഞത് അച്ഛാ. പിന്നെ മറ്റുള്ളവരുടെ തണലിൽ ജീവിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടായി മാറും. കൂട്ടുകുടുംബത്തിൽ ചെറിയച്ഛൻ്റെ കീഴിലാണ് അവരുടെ ജീവിതം. പണ്ട് മുതലേ ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ കൂടെ ഈ സംഭവവും. പടിയിറങ്ങിയാൽ പെരുവഴിയാണ് പിന്നെ ആശ്രയം. അതുകൊണ്ട് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു. സ്ഥിതിഗതികളെല്ലാം മാറിമറിഞ്ഞ അവസ്ഥ ആമി അറിഞ്ഞിട്ടില്ല. എല്ലാം വീട്ടിലെത്തി പറയാം എന്ന് ആ വൃദ്ധനും വിചാരിച്ചു. വീടിനകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ശേഷം അദ്ദേഹത്തിന് കുടിക്കാനായി വെള്ളമെടുക്കാൻ ആമിയോട് ആയി പറഞ്ഞു. ബിൻസി കുട്ടികളുടെ സ്കൂൾ വരെ പോയിരിക്കുകയായിരുന്നു. അവൾ തിരിച്ചെത്തിയ ശേഷം അവളോട് യാത്ര പറഞ്ഞ് അവർ ആമിയുടെ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കാനായി യാത്രയായി. വഴിയിൽ ഒന്നും അദ്ദേഹം എന്തോ ഒന്നും പറഞ്ഞിരുന്നില്ല. കൂടുതലായി അവരൊന്നും ചോദിച്ചുമില്ല. ആമിക്ക് ആണെങ്കിൽ എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ അച്ഛാ അവിടെ നിന്നും മാറി ഇങ്ങോട്ടേക്ക് പോന്നത്? ആമി ചോദിച്ചു. അതൊരു കഥയാണ് മോളെ, അച്ഛൻ പറയാം. വീട്ടിലെത്തട്ടെ. കുറച്ചു സമയത്തിന് ശേഷം അവർ ഒരു കൊച്ചു വീടിന് മുറ്റത്തെത്തി. മുന്നിൽ തന്നെ അവരെ കാത്ത് ഒരു വൃദ്ധ ഇരുന്നിരുന്നു. ആമി ഓടിച്ചെന്ന് അമ്മയെ വാരിപ്പുണർന്നു. തൻ്റെ വളർത്തമ്മയാണെങ്കിലും സ്വന്തം അമ്മയെ പോലെ അവൾ സ്നേഹിച്ചിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ആമിയുടെ അമ്മ പോയ ശേഷം അച്ഛൻ രണ്ടാമതായി വിവാഹം കഴിച്ചതാണ് സുമിത്രയെ. ആമിക്ക് 3 വയസ്സുള്ളപ്പോൾ വീട്ടിലെത്തിയതാണ് സുമിത്ര. ആമിയുടെ അമ്മയുടെ അനുജത്തിയാണ്. മറ്റൊരു രണ്ടാനമ്മ വരണ്ട എന്ന് കരുതി വിവാഹത്തിന് സമ്മതിച്ചതാണ് സുമിത്ര. സുമിത്രയ്ക്ക് ആമിയുടെ അച്ഛനിൽ ഒരു കുഞ്ഞുകൂടെയുണ്ട്, പൊൻതാമര എന്ന പൊന്നു. ആമി പോകുമ്പോൾ പൊന്നു ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് 1-ാം വർഷം. കോളേജിൽ നിന്നും തിരിച്ചെത്തിയ പൊന്നു മുറ്റത്ത് കിടക്കുന്ന കാർ കണ്ട ആകാംക്ഷയോടെ ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് ആമി അവളെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചത്. അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്നാലും ചേച്ചിപ്പെണ്ണ് എന്നെ മറന്നോ? എത്ര വർഷമായി കണ്ടിട്ട്? ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചു കൂടെയില്ലല്ലോ?
ഞങ്ങളെ മറന്നൂലേ? ആമി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നൂട്ടിയെ ഞാൻ മറക്കുമോ? ചെറിയച്ഛനും മറ്റും എന്നെ കണ്ടാൽ ഓടിച്ചു വിടില്ലേ? പിന്നെങ്ങനെയാ ഇങ്ങോട്ട് വരിക? പൊന്നു മറുപടിയായി. അവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് എത്ര നാളായി. സ്വത്തുക്കളെല്ലാം അവർ കൈക്കലാക്കി ഞങ്ങളെ ഇറക്കി വിട്ടു. അങ്ങനെ എത്തിയതാണ് ഈ നാട്ടിൽ. ഇവിടെ അടുത്തുള്ള ഒരു പൂജാരി ഇക്കാന്റെ നാട്ടിലെ അമ്പലത്തിൽ നിന്നും വരുന്നുണ്ട്. ചേച്ചിയുടെ വിവരങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. ഇവിടുത്തെ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. കുറേ കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പാർട്ട് ടൈമായി തുണിക്കടയിൽ ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്തസ്സായി ഞാൻ കുടുംബം പോറ്റുന്നു. ചേച്ചിയുടെ കാര്യമാണ് സങ്കടം. ഇപ്പോഴും അതേ അവസ്ഥ തന്നെ. സത്യത്തിൽ ആമിക്കും കുറ്റബോധം തോന്നി. ഇതൊന്നും താൻ അറിഞ്ഞില്ലല്ലോ. അന്വേഷിച്ചു വരാൻ ഭയമായിരുന്നു. അന്യജാതിക്കാരനോടൊപ്പം നാടുവിട്ട കുടുംബത്തിന്റെ മാനം കളഞ്ഞതല്ലേ. ചെറിയമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ ഭയമായിരുന്നു. ഇനി അതൊന്നും ഓർക്കേണ്ട എൻ്റെ ചേച്ചിപ്പെണ്ണ്. സന്തോഷമായിരിക്കൂ. മക്കളെന്തിയേ? അപ്പോഴേക്കും അവർ ഓടിയെത്തി. വാരി പുണർന്നുകൊണ്ട് റിച്ചുട്ടനോട് പൊന്നു പറഞ്ഞു. നിന്റെ ചിറ്റയാ ഞാൻ. നെറ്റിയിൽ തലമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന് തീരെ വയ്യ ചേച്ചി. അമ്മയ്ക്കും അസുഖങ്ങളൊക്കെയുണ്ട്. മരിക്കുന്നതിന് മുൻപേ നിങ്ങളെ ഒന്ന് കാണണമെന്ന് എന്നും അവർ പറയും. ഇപ്പോൾ സമാധാനമായിട്ടുണ്ടാകും. എല്ലാം തലവര പോലെയല്ലേ വരിക. നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അതും പറഞ്ഞ് പൊന്നു അവരെയും കൂട്ടി അകത്തേക്ക് പോയി. സുബൈറിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു. ഇക്കാക്ക് ഒരു മാറ്റവുമില്ലല്ലോ. സുബൈർ ഒന്ന് ചിരിച്ചു. നിനക്ക് തോന്നുന്നതാണ്. തലമുടിയൊക്കെ നരച്ചു തുടങ്ങി, ആമി പറഞ്ഞു. ചേച്ചിയുടെ എഴുതുന്ന കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. കോളേജിൽ എനിക്ക് വലിയ ബഹുമാനമാണ്, ഹരിതാശങ്കറിൻ്റെ അനുജത്തി എന്ന നിലയിൽ. അപ്പോഴേക്കും ചായയും ഇലയടയുമായി സുമിത്ര എത്തി. ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണത്. ചായ കുടിച്ച ശേഷം രാത്രിയാവും വരെ അവർ ഒരുപാട് സംസാരിച്ചിരുന്നു. ഒറ്റമുറി വീട്ടിൽ അസൗകര്യങ്ങൾ ഒരുപാടുള്ളതിനാൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി സുബൈർ നിർബന്ധിച്ചു. ആമിയെയും കുട്ടികളെയും കൂട്ടി മടങ്ങി. കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കവുമായി ഉടനെ വരാം.